ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ 4 മണി ചായക്കോ ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റാണ്. നോർമലി ഒരു ബ്രെഡ് ടോസ്റ്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, മാത്രമല്ല കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഏത് ഓയിലായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 2-3 അല്ലി മാത്രം മതി. നമ്മൾ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ, അതിനുള്ള അളവാണ് കാണിക്കുന്നത്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമല്ലെങ്കിൽ മുളക് ഒരെണ്ണമായിട്ട് കുറയ്ക്കാം. അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴാണ് നമ്മൾ ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഓപ്ഷണലാണ്, പക്ഷേ ഉണ്ടായിരുന്നാൽ നല്ലതാണ്, നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാരറ്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ സവാള കൊത്തി അരിഞ്ഞത്, ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. സവാളയൊന്നും ഇങ്ങനെ ഒരുപാട് വേവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വാടി വന്നാൽ മതി. നമ്മളിനി ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്തും ഇതൊന്നുകൂടി ഒന്ന് വേവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയേ ഉള്ളൂ മസാലപ്പൊടികൾ. ഇനി വേറെ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കണില്ല. മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക. എന്നിട്ട് ആ പൊടികളുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാൻ. ഇനി നമ്മളിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ചൂടാറണം നമുക്ക്. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 5 സ്ലൈസ് ബ്രെഡാണ്. അതിലേക്ക് 2 മുട്ടയാണ് ആവശ്യം. അതിന് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുട്ടയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട എടുക്കുന്നുള്ളൂ. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില അരിഞ്ഞതാണ്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് മല്ലിച്ചപ്പില്ല. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക. വല്ലാതെ അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട, എന്നാലും മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മിക്സായിട്ട് വരണം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില മാത്രമേ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാല കൂട്ട് ഇട്ട് കൊടുക്കണം. എന്താ ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവാളയും അതും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു മിക്സായി വരണം. എന്നിട്ട് നമ്മൾ ഇതിൽ മുക്കിയിട്ടാണ് ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോണത്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ഈ മിക്സിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാണ്. വെജിറ്റബിൾസ് വേറെ ഏതെങ്കിലുമൊക്കെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ബ്രെഡും ഇതുപോലെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പം ഇങ്ങനെ മുക്കിയെടുക്കുമ്പം ശരിക്കും സവാളയൊന്നും അതിലേക്ക് ശരിക്കും സ്പ്രെഡ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ച് സവാളയുടെ ആ മിക്സൊക്കെ എല്ലാം എടുത്തിട്ട് കുറച്ചുകൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുക, സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ. കാരണം മുട്ടയിൽ മുക്കുമ്പോൾ മുട്ട മാത്രം അങ്ങോട്ട് മുങ്ങിയിട്ട് അങ്ങോട്ട് വരികയുള്ളൂ, സവാള അവിടെ തന്നെ കിടക്കും. അപ്പോൾ ആ സവാളയും വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിതിലേക്കൊന്ന് ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. മാത്രമല്ല ഈ വെജിറ്റബിൾസൊക്കെ ഉള്ളത് കാരണം അങ്ങനെ പെട്ടെന്നായി കഴിഞ്ഞാൽ ശരി കറക്റ്റായിട്ട് വേവാതെ കരിഞ്ഞു പോകുന്നൊരു പ്രശ്നം വരും. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ 5 എണ്ണം അതുപോലെ ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വെജിറ്റബിൾസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ബീൻസോ അങ്ങനെയൊക്കെ ബീറ്റ്റൂട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻസിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.